ഹോർമുസ് കടലിടുക്ക് അടച്ച് ഇറാൻ. തെക്കൻ ലബനോണിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ 32 പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ഇറാൻ സൈന്യത്തിന്റെ നടപടി. ധാരണാപത്രം ലംഘിക്കപ്പെട്ടെന്ന് ഇറാൻ ആരോപിച്ചു. ലബനോണിൽ ആക്രമണം തുടർന്നാൽ കടുത്ത നടപടിയുണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മിറിൻ മേരി ചാക്കോ, ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങളുമായി. മിറിൻ, ഇതിപ്പോൾ ആകെ ഒരു അനിശ്ചിതാവസ്ഥ വീണ്ടും രൂപപ്പെട്ടിരിക്കുന്നു എന്നാണോ? തുടർ ചർച്ചകളിലൊക്കെ ഇറാൻ ഒരു സംശയം പ്രകടിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ? തുടർ ചർച്ചകളിൽ അവർ പങ്കെടുക്കുന്ന കാര്യത്തിൽ ആകെ ഒരു അനിശ്ചിതാവസ്ഥയാണോ? എന്താണ് നിലവിലെ വിവരങ്ങൾ? അനുജ, പശ്ചിമേഷ്യ വീണ്ടും അശാന്തമാവുകയാണ്. ഇപ്പോൾ ഹോർമുസ് കടലെടുക്ക് ഇറാൻ അടച്ചിരിക്കുന്നു. തെക്കൻ ലെബനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ചാണ് ഇത്തരത്തിലുള്ള തീരുമാനമെന്നാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത്. ഇറാൻ മാധ്യമങ്ങളാണ് ഈ വാർത്ത ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ന് പുലർച്ചെയുണ്ടായ ആക്രമണങ്ങളിൽ 32 പേരാണ് ഈ വ്യോമാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇറാന്റെ ഈ ഒരു നടപടി എന്ന് പറയാം. നേരത്തെ തന്നെ ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നു. അതായത് അമേരിക്ക ഇറാനും തമ്മിലുള്ള സമാധാന കരാർ പ്രാബല്യത്തിലാകണമെങ്കിൽ ആ ഒരു കരാർ അതേപോലെ നിലനിൽക്കണമെങ്കിൽ ലബനനിൽ വെടിനിർത്തൽ നിലവിൽ വരണം. അത് ആ കരാറിന്റെ ഭാഗമാണ് എന്ന് തന്നെ പറഞ്ഞിരുന്നു. അത് ലംഘിക്കരുതെന്ന് ഇറാൻ ആവശ്യപ്പെട്ടിരുന്നു. ഈ കാര്യം തന്നെ അമേരിക്കയും ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരുന്നു. അത് ലംഘിച്ചാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ നടപടി. ഈ 32 പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇറാന്റെ ഈ ഒരു നടപടി വന്നിരിക്കുന്നത്. IRGC ആണ് ഇത്തരത്തിലുള്ളൊരു പ്രധാന എണ്ണപാതയായിട്ടുള്ള ഹോർമുസ് അടച്ചെന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം അമേരിക്ക ഇറാൻ ചർച്ചകളുടെ തുടർ ചർച്ചകൾക്കായി സ്വിറ്റ്സർലൻഡിലേക്ക് പോവുകയാണ്. US വൈസ് പ്രസിഡന്റ് JD വാൻസ് ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാകുമെന്ന് തന്നെയാണ് JD വാൻസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ട്രംപിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധിയായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫും മരുമകൻ ജാരദ് കുഷ്നറും ഈ ചർച്ചയിൽ പങ്കെടുക്കുമെന്നും ഇപ്പോൾ വിവരം ലഭിച്ചിട്ടുണ്ട്. മധ്യസ്ഥരായി ഖത്തറിൽ നിന്നും അതേപോലെ തന്നെ പാകിസ്ഥാനിൽ നിന്നുമുള്ള പ്രതിനിധികൾ ഈ ചർച്ചയ്ക്കെത്തുമെന്നും നാളെ നടക്കുന്ന ഈ ചർച്ചയ്ക്കെത്തുമെന്നുമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതേസമയം ഹോർമുസ് അടച്ചിട്ടില്ല എന്നുള്ള വിവരം JD വാൻസ് ഇപ്പോൾ പറയുന്നു. അത്തരത്തിൽ ഇറാൻ പറയുന്ന കാര്യങ്ങൾ അത്തരത്തിലുള്ളതല്ല എന്നും ഇപ്പോൾ JD വാൻസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഹോർമുസ് കടലെടുക്ക് വീണ്ടും ഇറാൻ അടച്ചിരിക്കുന്നു എന്നുള്ളതാണ് വിവരം. മിറിൻ മേരി ചാക്കോവാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.